കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗജന്യമായിട്ട് കിട്ടിയാൽ പോലും ഈ സാധനങ്ങൾ വാങ്ങി വെക്കല്ലേ, പണം പോകുന്ന വഴി, ദൗർഭാഗ്യം വരുന്ന വഴി അറിയില്ല. അപ്പം നമുക്ക് എന്താ സാധനങ്ങളെന്നല്ലേ അതിലേക്ക് കിടക്കാം. പ്രധാനമായിട്ട് നമ്മൾ മറ്റുള്ളവർ ഉപയോഗിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അതിൻ്റെ അറ്റം പറ്റിയിട്ടായിരിക്കുമല്ലോ ഉപേക്ഷിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എന്ത് സാധനമായാലും ഉപയോഗിക്കാതിരിക്കുക. അപ്പം അതിൽ കൂടുതലായിട്ട് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. ചീപ്പ്, ചില മറ്റൊരാളുടെ ചീപ്പ് വാങ്ങി ചെയ്യുന്ന കണ്ടില്ലേ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ താരനോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇയാൾക്കും അത് ബാധിക്കും. ചിലവ് മരിച്ചുപോയവരുടെ ചീപ്പും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. അത് മരിച്ചുപോയവരുടെ വസ്ത്രങ്ങൾ ചിലപ്പോൾ ഡ്രൈ ക്ലീൻ ചെയ്തതായിരിക്കാം. അപ്പോൾ അതൊക്കെ ചിലർ വാങ്ങിച്ചിടും. ഇപ്പോൾ ചേട്ടൻ്റെ വസ്ത്രം അനിയന്മാരിടും, ചിലപ്പോൾ അളിയന്മാരിടും. അപ്പോൾ അങ്ങനെ മരിച്ചവരുടെ വസ്ത്രങ്ങളൊന്നും ഇടാതിരിക്കുക. അതുപോലെ മുഷിഞ്ഞ തുണി, ഒരാൾ ഇട്ട് ഒന്ന് മുഷിഞ്ഞായിരിക്കും. ചില ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇടത്തില്ല. ചിലർക്ക് ഷർട്ടിനകത്തൊക്കെ ഭയങ്കര കമ്പമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ഒരു പ്രാവശ്യം ഇട്ട് പിന്നെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ ആർക്കെങ്കിലും ചിലപ്പോൾ ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും കൊടുക്കും. മറ്റുള്ളവർ കൊണ്ട് ഡ്രൈ ക്ലീൻ ചെയ്തെടുക്കും. അങ്ങനെ ഉപേക്ഷിച്ചായിട്ടുള്ള മുഷിഞ്ഞ തുണികൾ, ചെരുപ്പ്. ചിലപ്പം നമുക്കറിയാവുന്നൊരു വിഷയമുണ്ട്, വേറെ അച്ഛൻ്റെയും മോൻ്റെയും ഒരേ അളവാണ്. അച്ഛനാണ് ലോക പിശുക്കനാണ്. മോൻ്റെ ഇച്ചിരി ധാരാളിയും കൂടെ മോനിട്ടൊരു പരുവാകുമ്പോൾ ചെരുപ്പങ്ങ് മാറ്റും. അപ്പം ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ കത്രിക വെച്ചിട്ടില്ലേ, പഴയ ഒരു കത്തി വെച്ചിട്ട് ഈ ചെരുപ്പ് കട്ട് ചെയ്ത് ചിലപ്പോൾ ചെറുതായിട്ട് ആക്കിയിട്ടാണ് ഈ അച്ഛൻ ചെരുപ്പിടുന്നത്. എന്ന് പറഞ്ഞ പോലെ ചെരുപ്പ്, അതിലെ കണ്ണട, വാച്ച്, പിന്നെ സ്വർണ്ണ വസ്തുക്കൾ മരിച്ചു പോയവരുടെയൊക്കെ അമ്മയുടെ, അച്ഛൻ്റെ, അപ്പൻ്റെ, അമ്മയുടെയൊക്കെ വസ്തുക്കളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതായിട്ടിടരുത്, അത് മാറി വേറെ വസ്തുവായിട്ട് ഉപയോഗിക്കാവൂ. കണ്ണട, വാച്ച്, സ്വർണ്ണ വസ്തുക്കൾ, ചവിട്ടി, കിടപ്പ് രോഗികൾ കിടന്ന് മരിച്ച കട്ടിൽ, കിടക്ക, തലവണ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, മറ്റ് ആശുപത്രി ഉപകരണങ്ങൾ, അതുപോലെ ഈ രോഗം വന്നവരൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന, ആക്സിഡൻ്റൊക്കെ പറ്റി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു എന്താ അതിന് പറയാം, ചെറിയ വടി പോലത്തെ സംഭവം ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അതുപോലെ ഈ ഉപയോഗിച്ച വിഗ്രഹങ്ങൾ, പഴയ വിളക്കുകൾ, ഓട്ടുപാത്രങ്ങൾ, ഇതൊക്കെ സൗജന്യമായിട്ട് കിട്ടിയാൽ പോലും വാങ്ങിക്കരുത്. പഴയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഏജൻസി ഇടപാടിലൊക്കെ ഇടനില നിന്നൊക്കെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പഴയ സാധനങ്ങളൊക്കെ ഷോയ്ക്ക് വെക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതൊക്കെ ഗുണമുള്ളതുകൊണ്ട് ദോഷമുള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങുന്നത് നന്നായിരിക്കും. ഫ്രീ ആയിട്ട് കിട്ടിയാൽ പോലും ചില സാധനങ്ങൾ നമുക്ക് ഉതകത്തില്ല. അത് വന്നു കയറി കഴിഞ്ഞാൽ ദുരിതമായിരിക്കും ബാക്കിയായിട്ട് വരുന്നത്. ഇങ്ങനെ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചതിന് ശേഷം അത് ദൈവാധീനം ഉണ്ടോ എന്ന് നോക്കിയിട്ടേ വാങ്ങിക്കാവൂ. എനിക്കതിന് പലരും പല വസ്തുക്കളെ കൊണ്ട് തരാറുണ്ട്. ഈയിടെ കറവ് പറ്റിയൊരു പശുവിനെ എനിക്ക് ദാനം തരാനായിട്ട് വന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അത് ഇറച്ചിക്ക് കൊടുക്കേ പറ്റുള്ളൂ. അയാൾക്ക് കൊടുത്താൽ അയാൾക്ക് ദുരിതമാണ്. അപ്പം അത് ഞാൻ എൻ്റെക്ക് വന്നിട്ട് ഞാൻ എന്തെങ്കിലും അല്ലെ എൻ്റെ ഇല്ലത്ത് വന്നിട്ട് അത് ചത്തു വെക്കോട്ടെ, അല്ലെങ്കിൽ ഞാനത് ആർക്കെങ്കിലും ഇറക്കാൻ കൊടുത്തോട്ടെ. അപ്പം എങ്ങനെയുണ്ട് മനുഷ്യൻ്റെ കാര്യം? അയാൾക്ക് ശാപം പിടിച്ച് വെക്കാൻ വയ്യ, ആ ശാപം എനിക്കിരുന്നോട്ടെ. മനുഷ്യൻ്റെ കുരുട്ടുബുദ്ധി ഒന്ന് ആലോചിച്ച് പോയി. അപ്പം അങ്ങനെയുള്ളവരാണ് ചുറ്റുമുള്ളത്. ഇപ്പം എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ വാങ്ങുന്നുണ്ടെങ്കിലും വാങ്ങണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ആണെങ്കിൽ അത് മാറിയെടുക്കുന്നത് ഒന്നുകൂടെ നന്നായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.